ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം രൂപാന്തരപ്പെടും. ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും വലിയ പ്രത്യാശകളിലൊന്ന് നൽകുന്ന വചനമാണിത്. ഫിലിപ്പിയ ലേഖനം 3:21. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന മഹത്വമുള്ള ശരീരത്തിന് സമാനമായി നമ്മുടെ ബലഹീനവും നശ്വരവുമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്നും അതിനായി സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ അവന് കഴിയുമെന്നും ഈ വചനം വ്യക്തമാക്കുന്നു. മരണം പോലും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ ദിവ്യശക്തി ഉപയോഗിച്ചാണ് അവൻ വിശ്വാസികളുടെ ശരീരത്തെ പുതുക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായവും ഈ സത്യം തന്നെ വെളിവാക്കുന്നു. ഫിലിപ്പിയർ 3:21 മനുഷ്യൻ്റെ താഴ്ചയുള്ള ശരീരമെന്നത് ആദാമിൻ്റെ പാപം മൂലം മനുഷ്യ ശരീരത്തിന് സംഭവിച്ച ബലഹീനതകളായ രോഗം, ക്ഷയം, മരണം എന്നിവയാണിത് സൂചിപ്പിക്കുന്നത്. എന്നാൽ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി എന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ദിവ്യ ശരീരത്തിൻ്റെ മഹത്വത്തിലേക്ക് വിശ്വാസികളുടെ ശരീരം മാറ്റപ്പെടുമെന്നതാണ്. അത് സംഭവിക്കുന്ന മാനുഷിക കഴിവുകളാലല്ല, ദൈവികമായ മാറ്റമാണ്. അത് ബാഹ്യമായ ഒരു മാറ്റം മാത്രമല്ല, ദൈവത്തിൻ്റെ സർവശക്തിയാൽ മനുഷ്യപ്രകൃതി തന്നെ പുതിയൊരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. അത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ദിവ്യ ശരീരത്തിൻ്റെ മഹത്വത്തിലേക്ക് വിശ്വാസികളുടെ ശരീരം മാറ്റപ്പെടുന്നതാണ്. 1 കൊരിന്ത്യർ 15:20 ക്രിസ്തുവിനെ മരിച്ചവരുടെ ആദ്യഫലമെന്ന് വിളിക്കുന്നു. ഫിലിപ്പിയർ 3:21 പറയുന്നു, ഈ ആദ്യഫലമായ ക്രിസ്തുവിൻ്റെ അതേ രൂപത്തിലേക്ക് വാങ്ങിപ്പോയ വിശ്വാസികളും മാറ്റപ്പെടും. 1 കൊരിന്ത്യർ 15:42 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്ന ആത്മീയ ശരീരം, സ്പിരിച്വൽ ബോഡി എന്നത് ആത്മാവും മാത്രമുള്ള ഒന്നല്ല. അത് പാപവും ജീർണതയും ഇല്ലാത്ത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശരീരമാണ്. ദ്രവത്വമില്ലാത്ത ഒരു ശരീരം, അദ്രവത്വമുള്ള ഒരു ശരീരം. ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്ന മഹത്വമുള്ള ശരീരം ഇതുതന്നെയാണ്. ക്രിസ്തു താണിറങ്ങി വന്ന് നമ്മെപ്പോലെ മനുഷ്യനായി നമ്മുടെ ശരീരം ധരിച്ച് ആ ശരീരത്തെ തൻ്റെ ഉയർപ്പിലൂടെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കും ഈ ഭൗതിക ശരീരത്തിൻ്റെ മഹത്വീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ നിശ്ചയമാണെന്ന് ഈ വചനം ഉറപ്പു തരുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശരീരം പോലെ വേദനയോ മരണമോ ഇല്ലാത്തതും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ യോഗ്യമായതുമായ ഒരു പുതിയ അവസ്ഥയായിരിക്കും വിശ്വാസികൾക്ക് ഇതിലൂടെ ലഭിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27 പറയുന്ന ആദാമിൻ്റെ പ്രതിമ അഥവാ ഇമേജിലായിരിക്കുന്ന ആദാമ്യ സന്തതി പുനരുത്ഥാനത്തിലൂടെ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. 2 കൊരിന്ത്യർ 3:18 ഒരു ഉണങ്ങിയ കോതമ്പ് മണി നിലത്ത് വീണ് ദ്രവിച്ച ശേഷം അതിൽ നിന്നും ഒരു പുതിയ സസ്യം മുളച്ചു വരുന്നത് പോലെ മനുഷ്യ ശരീരം രൂപാന്തരപ്പെട്ട് പുതിയ ശരീരത്തോടെ ഉയർക്കുന്നു. അതുകൊണ്ട് നാമും ശരീരത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് പുനരുത്ഥാനത്തിൽ സ്വർഗീയ ശരീരം പ്രാപിക്കുമെന്ന് പ്രത്യാശയുള്ളവരും അതിനായി അതനുസരിച്ച് ജീവിക്കുന്നവരും ധൈര്യത്തോടെ അതിനായി ഒരുങ്ങുന്നവരുമായിരിക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.